ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്ത ടോപ്പിക്ക് വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് എടുത്തു വെക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മളറിയാതെ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എററോ അങ്ങനെ എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന ബാക്കപ്പ് എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരിക. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഒരു ന്യൂ ടാബ് എടുത്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോവാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റ് ഇരിക്കുന്നത്. നമുക്കിവിടെ 2 പേജസാണ് ഉള്ളത്. ഒന്ന് ഹോം പേജും പിന്നെ ഒന്ന് അല്ലു അർജുൻ ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്ന വേറൊരു പേജുമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡിൽ വന്നിട്ട് പേജസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഓൾ പേജസിൽ വരിക. അപ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജസ് ഏതൊക്കെയാണോ ഉള്ളത് അതെല്ലാം നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഈ ഹോം പേജ് എന്ന് പറയുന്ന ഈ ഒരു പേജ് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോം പേജ് ഡിലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നമ്മൾ ഒരു ന്യൂ ടാബ് എടുത്തിട്ട് നമ്മുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹോം പേജ് ഉണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വെബ്സൈറ്റിനെ ഫുൾ ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം, ആവശ്യമുള്ളവർക്ക് കാണാം. ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഹോം പേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബാക്കപ്പ് എടുത്ത് വെച്ചേക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് ഇനി ആ ഒരു ബാക്കപ്പ് നമുക്ക് റീസ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഡിലീറ്റ് ചെയ്ത് പോയ നമ്മുടെ ഈ പേജസ് എല്ലാം എങ്ങനെയായിരുന്നു ആ ബാക്കപ്പ് എടുക്കാൻ നേരത്തെ ഉണ്ടായിരുന്നത് ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മുടെ വെബ്സൈറ്റ് തിരിച്ചു വരും. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സെറ്റിങ്സിൽ വന്നിട്ട് അപ്ഡ്രാഫ്റ്റ് പ്ലസ് ബാക്കപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക. അവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചേക്കുന്ന ബാക്കപ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എടുത്തു വെച്ചേക്കുന്ന ബാക്കപ്പാണ് ഈ കാണിക്കുന്നത്. അതിൻ്റെ ഡേറ്റ്, എന്തൊക്കെയാണ് ബാക്കപ്പ് എടുത്തേക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. നമ്മൾ ആ ഒരു ഇതിൽ വന്നിട്ട് റീസ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് റീസ്റ്റോർ ചെയ്യേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് റീസ്റ്റോർ ചെയ്യണം. സോ ഈ ഓപ്ഷൻസ് എല്ലാം നമ്മൾ ടിക്ക് ചെയ്തേക്കുക. പ്ലഗിൻസ്, അപ്ലോഡ്സ്, തീംസ്, അതേഴ്സ്, ഡാറ്റാബേസ്, എല്ലാ ഓപ്ഷൻസും ടിക്ക് ചെയ്തേക്കുക. എന്നിട്ട് നെക്സ്റ്റിലേക്ക് വരിക. ഇവിടെ നമ്മൾ റീസ്റ്റോർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മളിപ്പോൾ എടുത്തു വച്ചേക്കുന്ന നമ്മുടെ ബാക്കപ്പ് ഇപ്പോൾ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാക്സിമം ഒരു 5 മിനിറ്റോളം എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് സക്സസ്ഫുള്ളി റീസ്റ്റോർ ആയി എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ റിട്ടേൺ ടു അപ്ഡ്രാഫ്റ്റ് പ്ലസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് സക്സസ്ഫുള്ളി റീസ്റ്റോർഡ് ആയിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്കൊരു ന്യൂ ടാബ് എടുത്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത നമ്മുടെ ഹോം പേജ് റീസ്റ്റോർ ആയിട്ടുണ്ട്. കണ്ടോ, നോർമലി നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ ഒരു സ്റ്റേറ്റിൽ തന്നെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. സോ അതുവരേക്കും എല്ലാവരും സ്റ്റേ സേഫ്. താങ്ക് യു ഗൈസ്.